ഹായ് അസ്സാം വലൈക്കും. പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ മസാല ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 15 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി മുറിച്ചത്, പിന്നെ ഒരു സ്പൂണ് പെരുംജീരകം, ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം, ചതച്ചെടുത്തിട്ട്. ഇപ്പോൾ ഒക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വരാം. മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് പിന്നെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞതും, അതുപോലെ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് പിന്നെ ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. ഈ സവാള ഒക്കെ ഇതിലേക്ക് ഇനി ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു 15-20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ലഗോൺ ആയതുകൊണ്ട് പെട്ടെന്ന് വേവില്ല. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു ഒരു 15 ചെറിയ ഉള്ളി, ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കനിലൊക്കെ വെള്ളം കുറച്ചും കൂടി വെള്ളമുണ്ട്, ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഇത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ പിന്നെ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. പിന്നെ അതല്ല പിന്നെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടാണ് ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലത്തെ പീസുകൾ ഉണ്ടല്ലോ, ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക. അതിലേക്ക് ഇതിൻ്റെ ഈ മസാല ഉണ്ടല്ലോ, വറ്റിച്ചെടുത്ത ഈ മസാല അത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ 3 രീതിയിലും ഉണ്ടാക്കിയാലും ഇത് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബായ്. എന്തായാലും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം.